നമസ്കാരം. ഇന്ത്യൻ സീനിയർ ടീമിന് വേണ്ടി അരങ്ങേറ്റം കുറിക്കാനിരിക്കുന്ന വൈഭവ് സൂര്യവംശിക്ക് പ്ലേയിങ് 11-ൽ നിർബന്ധമായും ഇടം നൽകണമെന്നാവശ്യപ്പെട്ട പലരും രംഗത്തെത്തുന്നുണ്ട്. അദ്ദേഹത്തിനെ പലപ്പോഴായി ഒഴിവാക്കപ്പെടുന്നുവെന്നും ചെറിയൊരു താരമെന്ന രീതിയിൽ തന്നെ പലപ്പോഴായി ഒഴിവാക്കപ്പെട്ട സൂര്യവംശിയുടെ കരിയർ തന്നെ തകർക്കുമെന്നും പലരും അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടെത്തിയിരിക്കുന്നത് മുൻ താരം സുനിൽ ഗവാസ്കറാണ്. ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ഓപ്പണർമാരായി സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ സഖ്യമുണ്ടെങ്കിലും വൈഭവിനെ കളിപ്പിക്കാൻ വൈകരുതെന്ന ഗവാസ്കറുടെ നിലപാട്. 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിക്ക് ഇന്ത്യൻ T20 ടീമിൽ അരങ്ങേറാൻ ഉടൻ അവസരമൊരുക്കണമെന്ന മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ ചൂണ്ടിക്കാട്ടി. ഇംഗ്ലണ്ടിനും അയർലൻഡിനുമെതിരായ പരമ്പരകൾക്കുള്ള ഇന്ത്യൻ ടീമിൽ വൈഭവും ഇടം പിടിച്ചിരുന്നു. IPL-ൽ തകർത്തു കളിച്ച താരം 776 റൺസുമായി ഓറഞ്ച് ക്യാപ്പ് വിജയിച്ചതോടെയാണ് ഇന്ത്യൻ സീനിയർ ടീമിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഉൾപ്പെടെ മികച്ച ഫോമിലായതിനാൽ ഇവിടെ അദ്ദേഹത്തെ കളിപ്പിക്കുമെന്നതാണ് നേരിടുന്ന വെല്ലുവിളി. ഞാനായിരുന്നുവെങ്കിൽ അയർലൻഡിനെതിരെ വൈഭവിനെ ഉറപ്പായും കളിപ്പിക്കും. അദ്ദേഹത്തിന്റെ കളി കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. സഞ്ജു സാംസണിനോ അഭിഷേക് ശർമ്മയ്ക്കോ പകരം വൈഭവിന് അവസരം കൊടുത്തു നോക്കണം. ഒരു മത്സരത്തിൽ ചിലപ്പോൾ സഞ്ജു പുറത്തിരിക്കാം, അല്ലെങ്കിൽ അഭിഷേക് ശർമ്മ പുറത്തിരിക്കാം. ഗവാസ്കർ ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞതാണിത്. ശ്രീലങ്ക എ ടീമിനെതിരായ മത്സരങ്ങൾക്കായി ഇന്ത്യ എ ടീം ക്യാമ്പിൽ പരിശീലനത്തിനായി വൈഭവ് ഇപ്പോൾ ഉണ്ട്. 15-കാരനായ വൈഭവിന് തുണയായി താരത്തിന്റെ പിതാവ് സഞ്ജീവും ശ്രീലങ്ക, അയർലൻഡ്, ഇംഗ്ലണ്ട് പര്യടനങ്ങളിൽ ഉണ്ടാകും. വൈഭവിന്റെ പിതാവിനെയും വിദേശത്തെത്തിക്കുന്നതിന് എല്ലാ ചിലവുകൾ വഹിക്കുന്നത് BCCI ആണ്. പുതിയ സാഹചര്യം വൈഭവ് പരിചയപ്പെടുത്തുന്നവരെ പിതാവും താരത്തിനൊപ്പം തുടരുമെന്നാണ് വിവരം. ജൂൺ 9-ന് ദാംബുള്ളയിലാണ് ത്രിരാഷ്ട്ര പരമ്പരയിലെ ആദ്യ പോരാട്ടം. ഇന്ത്യൻ എ ടീമിന്റെ എല്ലാ മത്സരങ്ങളിലും കൗമാരതാരം കളിച്ചേക്കും. ജൂൺ 26 മുതലാണ് അയർലൻഡ് പര്യടനം തുടങ്ങുന്നത്. 2 T20 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ശേഷം ജൂലൈ 1 മുതൽ ടീം ഇംഗ്ലണ്ടിലേക്ക് തിരിക്കും. 5 T20 മത്സരങ്ങളാണ് അവിടെ കളിക്കുക. അതിലേത് പരമ്പരയിലാണ് വൈഭവ് ഉൾപ്പെടുന്നത് എന്നതാണ് ആകാംക്ഷ. ഇന്ത്യൻ T20 ടീമിന്റെ പുതിയ നായകസ്ഥാനത്തേക്ക് ഉയർന്നു വന്ന ശേഷം അവസാന ഘട്ടത്തിൽ തഴയപ്പെട്ടെങ്കിലും മലയാളി താരം സൂപ്പർ സഞ്ജു ഇപ്പോൾ മറ്റൊരു വമ്പൻ കോളിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. അത്തരത്തിൽ ഒരുപാട് സന്തോഷ വാർത്തകൾ തരുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഒരിക്കലും സഞ്ജുവിനെ കരുതി വൈഭവിനെ താഴ്ത്താൻ പാടില്ല എന്നതാണ് തെളിയുന്നത്. അതുമാത്രമല്ല, ചില കാര്യങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ വൈഭവിനെ നമ്മൾ ഉയർത്തുന്നില്ല എന്നതാണ് യഥാർത്ഥ വശം. പലപ്പോഴായി സഞ്ജുവിനെ മറ്റുള്ളവരെ ഉയർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ വൈഭവിനെ ഉയർത്താൻ ശ്രമിക്കാത്തത് വളരെയധികം തന്നെ കൃത്യമായ ഒരു കാര്യമാണ് എന്നും പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നും പറയുന്നു. വൈഭവിനെ ഇത്തരത്തിൽ നമുക്ക് തടയാൻ സാധിക്കില്ല. തടയപ്പെടാൻ പാടില്ലാത്തൊരു താരം കൂടിയാണ് വൈഭവ് സൂര്യവംശി. അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയൊരു കരിയർ ഉയർത്താനുള്ള ഒരു വ്യക്തി കൂടിയാണെന്ന് തെളിയിക്കുന്നുണ്ട്. പലപ്പോഴായി തന്നെ പകരക്കാരനായി അദ്ദേഹം വരുമ്പോഴും അദ്ദേഹത്തിന് കൊച്ചുകുട്ടി എന്ന രീതിയിൽ ഒരുപാട് കഴിവുകൾ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ടീമിന് വേണ്ടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്നും പലരും ഇതിനിടയിൽ പറയുന്നുണ്ട്.